ഫിനാൻഷ്യൽ ലിറ്ററസി യഥാർത്ഥത്തിൽ വേണ്ടത് കൂടുതൽ ഇൻകം സോഴ്സ് ഉള്ള ആളുകൾക്കാണ്. ഫിനാൻഷ്യലി കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സോഴ്സ് ഓഫ് ഇൻകം മാത്രമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻകത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ അവർക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അവിടെ മിസ്പെൻഡിങ്ങോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഫണ്ട് ലീക്ക് ചെയ്ത് പോകുന്ന സാഹചര്യം ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ വലിയ ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻകം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കൃത്യമായിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം അളവിൽ സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം അളവിൽ അത് സേവ് ചെയ്യണം, എത്രത്തോളം അളവിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോപ്പറായിട്ട് നമുക്ക് ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സിലബസിനകത്ത് ഈവൺ ഇപ്പം ബികോമും എംകോമും കഴിഞ്ഞ ആളാണെങ്കിൽ MBA കഴിഞ്ഞാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർ പഠിക്കുന്ന സിലബസിനകത്തൊന്നും ഈ ഫിനാൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോരായ്മ ഉള്ളത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ലെവലിനെ യഥാർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യൻ എക്കണോമി തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ ഉയർത്തി കാണിക്കേണ്ടതായിട്ടുണ്ട്.